നമസ്കാരം, ക്രിക്കറ്റിന്റെ ലോകത്തേക്ക് എല്ലാവർക്കും ഹർദ്ദമായ സ്വാഗതം. അങ്ങനെ ചാമ്പ്യൻസ് ട്രോഫി ഇന്ത്യയുടെ ആദ്യ വിജയം, ബംഗ്ലാദേശിനെ തോപ്പിച്ചുകൊണ്ട് ഇന്ത്യയുടെ ആദ്യ വിജയം രജിസ്റ്റർ ചെയ്തിരിക്കുകയാണ്. ചാമ്പ്യൻസ് ട്രോഫിയിൽ ആദ്യമേ നമുക്ക് എന്ത് ചെയ്യാം, പൊട്ടടിച്ചുകൊണ്ട് നമ്മുടെ വിജയം ആഘോഷിക്കാം. കൈകൊട്ടിയൊക്കെ ശരിയായിട്ട്, പക്ഷെ കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. അപ്പോ എന്തായാലും നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം. ചാമ്പ്യൻസ് ട്രോഫി ഇന്നലെ തുടങ്ങി. ഇന്നലെ പാകിസ്ഥാൻ എന്ത് ചെയ്തു, ഓട്ടിച്ചിട്ട് തോപ്പിച്ചു. പാകിസ്ഥാൻ മിക്കവാറും ടൂർണമെന്റിൽ നിന്ന് വെളിയിലാവുന്ന സ്ഥിതിവിശേഷത്തിലാണ്. സത്യം പറഞ്ഞാൽ ന്യൂസിലൻഡ് ഓട്ടിച്ചിട്ട് തോപ്പിക്കുന്നത് കണ്ടു പാകിസ്ഥാനെ. പാകിസ്ഥാൻ ഇനി ഈ ഗ്രൂപ്പിൽ ഇന്ത്യയെ കൂടി തോപ്പിച്ചു കഴിഞ്ഞാൽ മിക്കവാറും പാകിസ്ഥാൻ പുറത്താകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പൊ എന്തോ ആയിക്കോട്ടെ, ഇന്ന് രണ്ടാമത്തെ മാച്ചായിരുന്നു ഇന്ത്യയും ബംഗ്ലാദേശുമായിട്ടുള്ള മാച്ച്. ബംഗ്ലാദേശ് 228 റൺസ് അടിച്ചു. 49.4 ബോള് ഉള്ളപ്പോ എന്ത് ചെയ്തു, 228 റൺസ് അടിച്ചുകൊണ്ട് ഓൾ ഔട്ടായി. അതൊക്കെ ഇരിക്കട്ടെ, പക്ഷെ 35-5 ആയിരുന്ന ബംഗ്ലാദേശിനെ 189 റൺസ് വരെ 189 പിന്നെ ഒരു വിക്കറ്റ്, ഏതാണ്ട് 160 റൺസിന്റെ പാർട്ണർഷിപ്പാണ് അവർ അടിച്ചത്. ഹൃദോയി, മറ്റേ ഹൃദ്രോഗി എന്ത് ചെയ്തു, അവൻ 100 അടിച്ചടേ. ഇതിനൊക്കെ കാരണക്കാരൻ ആരാണ്? പാവം നമ്മുടെ അക്സർ പട്ടേല്. അവന്റെ ഒരു ഹാട്രിക്കാണ് തുളച്ചത്. എന്റെ പൊന്നു രോഹിത് ശർമ്മ, ഇത്രയും ഒരു ഹാട്രിക്കിന് വേണ്ടി താങ്കളാണ് എല്ലാരെയും പിടിച്ച് അടുത്തടുത്ത് നിർത്തിയിരുന്നത്. ഇത്രയും ഒരു പുട്ട് കേച്ച് ഇങ്ങനെ അവിടെ കിടന്ന് അടിച്ചിട്ട് കാര്യമില്ല. അവന്റെ ഹാട്രിക്ക് പോയില്ലേ? ആ ഒരു വിക്കറ്റ് വീടുന്നെങ്കിൽ ഇവന്മാർ 100 കിടക്കുമായിരുന്നു. അപ്പോഴാ ഒരു വിക്കറ്റ് കിട്ടിയിരുന്നെങ്കിൽ ഇവന്മാർ 100 കിടക്കില്ലായിരുന്നു. ഇതുപോലത്തെ പുട്ട് കേച്ച്, സത്യം പറഞ്ഞാൽ 1-2 കേച്ചുകൾ സൂപ്പർ ആയിട്ട് എടുത്തു. അത് ശുഭ്മൻ ഗിൽ എടുത്ത കേച്ച് ആയിക്കോട്ടെ, വിരാട് കോഹ്ലി എടുത്ത കേച്ച് ആയിക്കോട്ടെ, ബുള്ളറ്റ് പോലെ വന്ന ഷോട്ടുകൾ രണ്ടും എടുത്തു. പുട്ട് കേച്ചുകൾ ഈ പറയുന്ന രോഹിത് ശർമ്മയും കളഞ്ഞു. അത് രോഹിത് ശർമ്മ കളഞ്ഞിട്ട് പോട്ടെ, അവന്റെ ഹാട്രിക് ബോൾ ആയിപ്പോയി. ഫസ്റ്റ് ഓവറിൽ വന്ന് തുടർച്ചയായി 2 വിക്കറ്റ് തള്ളിയിടുന്നു. മൂന്നാമത്തെ ബാറ്റ്സ്മാൻ വന്ന് എല്ലാ ഫീൽഡർമാരെയും നിരത്തി നിർത്തുന്നു. എന്നിട്ട് പോലും കയ്യിൽ ഇത്രയും സോഫ്റ്റ് ആയിട്ട് വന്ന കേച്ച് പോലും രോഹിത് ശർമ്മ വിട്ടുകളയുന്നു. അതിനുശേഷം മറ്റൊരു കേച്ച് നമ്മുടെ ഹാർദിക് പാണ്ഡ്യ വിട്ടുകളയുന്നു. പോട്ട് അങ്ങനെ എന്തായാലും അവന്മാർ അവസാനം ഈ പറയുന്ന 68 റൺസ് അടിച്ചു. കേച്ച് വിട്ടുകളഞ്ഞു. അവൻ 68 റൺസ് അടിച്ചു. ഹൃദോയി 100 റൺസ് അടിച്ചു. 118 ബോൾ നേരിട്ട് കൊണ്ട് 6 ഫോറുകൾ 2 സിക്സുകൾ അടിച്ചുകൊണ്ട് എന്ത് ചെയ്തു, 100 റൺസ് അടിച്ചു. മറ്റൊരു കാര്യം പറയാതിരിക്കാൻ പറ്റില്ല, നമ്മുടെ മുഹമ്മദ് ഷമി എന്ത് ചെയ്തു, മുഹമ്മദ് ഷമി കുറെ കാലം പരിക്കിന്റെ പിടിയിലായിരുന്നു. കഴിഞ്ഞ കളി മുമ്പൊരു കളി കളിച്ചു. അതിന്റെ തൊട്ടടുത്ത കളിയിൽ എന്ത് ചെയ്തു, 5 വിക്കറ്റ് നേട്ടവുമായിട്ട് എന്ത് ചെയ്തു, ഇന്ത്യയുടെ നെടുന്തൂണായി വരവ് ആഘോഷിച്ചു ആര്, ഷമി. അതായത് ബുംറ ഇല്ലെങ്കിലും കുഴപ്പമില്ല, ഞാൻ അറിഞ്ഞ് തള്ളിയിടുമെന്ന് തന്നെ എന്ത് ചെയ്തു, ഷമി പറഞ്ഞു. അങ്ങനെ അവർ 228 റൺസ് അടിച്ചു. മറുപടി ബാറ്റിംഗിൽ ഇറങ്ങിയ പ്രിൻസ്, നമ്മുടെ വൺ ആൻഡ് ഓൺലി പ്രിൻസ് വീണ്ടും സെഞ്ചുറി 102 ആണ്. 102 റൺസിന് എന്ത് ചെയ്തു, പിന്നീട് നോട്ട് ഔട്ട് ആയിട്ട് നിന്നു ആര്, നമ്മുടെ ഗില്ല്. 101 റൺസ് കേട്ടോ, 101 റൺസ്. 129 പതുക്കെയാണ് അടിച്ചത്. 129 റൺസ് പിന്നെ ബോളുകൾ നേരിട്ടുകൊണ്ട് 9 ഫോർ 2 സിക്സ്. അമ്മ 2 സിക്സ്, 1.5 സിക്സ്. ലാസ്റ്റ് ഫ്ലിക്ക് ചെയ്തുകൊണ്ട് ലെഗ് സൈഡിൽ അടിച്ച 6 സൂപ്പർ 6 ആണ് കേട്ടോ. അങ്ങനെ പോക്കട്ടെ. അതിന് അവൻ ആയ ഒരു നോട്ടം കൂടി നോക്കി. അതായത് തുടർച്ചയായിട്ട് 2ാമത്തെ സെഞ്ചുറിയാണ്. കഴിഞ്ഞ ലാസ്റ്റ് കളിയിലും ശുഭ്മൻ ഗിൽ എന്ത് ചെയ്തു, സെഞ്ചുറി അടിച്ചു. അവന്റെ 4 കളി കണ്ടോ, പിന്നെ എനിക്ക് 80, 60, 112, ഇപ്പൊ 101 നോട്ട് ഔട്ട്. അങ്ങനെ ശുഭ്മൻ ഗില്ലിനാണ് ഇന്നത്തെ കയ്യടി കൊടുക്കാനുള്ള കാരണം. ശുഭ്മൻ ഗില്ലും കൂടി നേരത്തെ ഔട്ടായിരുന്നെങ്കിൽ ഇന്ത്യ കുറച്ച് കഷ്ടപ്പെടുമായിരുന്നു. കാരണം 170 റൺസിന് ആളൗട്ടാക്കാനുള്ളവന്മാരെ വെറുതെ കൊണ്ട് ഉള്ള ക്യാച്ചുകളും കളഞ്ഞ് എന്ത് ചെയ്തു, 228 റൺസ് വരെ കൊണ്ടെത്തിച്ചുമാര് 228 റൺസ് വരെ കൊണ്ടെത്തിച്ചു. അതിന്റെ പിന്നീട് പ്രതിഫലമായിട്ട് മുഖ്യധാരം ഇന്ത്യ 1-2 വിക്കറ്റും കൂടി പോയിരുന്നുവെങ്കിൽ ഊഞ്ഞാലായെന്നെ. പക്ഷെ ശുഭ്മൻ ഗില്ല് ടെമ്പർമെന്റ് കളയാതെ എന്ത് ചെയ്തു, പിടിച്ചു നിന്നു. അവസാനം വരെ നോട്ട് ഔട്ടായി പിടിച്ചു നിൽക്കുകയും ചെയ്തു. ഇന്ത്യയുടെ നെടുന്തൂണാവുകയും ചെയ്തു. മനസ്സിലായോ? ഇനി സ്കോർ കാർഡ് എങ്ങനെയെന്ന് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ രോഹിത് ശർമ്മ 41 റൺസ്. രോഹിത് ശർമ്മ എന്തായാലും കഴിഞ്ഞ കളി ഒരു സെഞ്ചുറി അടിച്ചതിന് ശേഷം രോഹിത് ശർമ്മ വീണ്ടും ഫോമിലേക്ക് തിരിച്ചു വരുന്ന സൂചനകൾ നൽകുന്നുണ്ട്. പക്ഷെ പലപ്പോഴും പലതും ബീറ്റൺ ആവുന്നുണ്ട്. അങ്ങോട്ട് ശരീരം കൂടി കുറച്ചും കൂടി ഫ്ലെക്സിബിൾ ആണ്. കുറച്ചും കൂടി എക്സസൈസ് ഓടിയൊക്കെ ചെയ്ത് കുറച്ച് കുടവരൊക്കെ കുറച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടി റെഡി ആകുമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ശുഭ്മൻ ഗില്ലിനെ ഒന്നും പറയാനില്ല. ഈ പറയുന്ന വൺഡേയില് നമ്പർ 1 ആണ് ഇപ്പൊ ആര്, നമ്മുടെ ശുഭ്മൻ ഗില്ല്. നമ്പർ 1 ആവാൻ എന്തുകൊണ്ട് എന്നെ നമ്പർ 1 ആക്കിയെന്ന് വീണ്ടും തെളിയിക്കുകയാണ്.
കഴിഞ്ഞ തുടർച്ചയായ കളികളിൽ സെഞ്ചുറി അടിച്ചുകൊണ്ട് ശുഭം ഗില്ല് എന്ത് ചെയ്തു, എല്ലാവർക്കും ഒരു പേടി സ്വപ്നമായി. മറ്റുള്ള ടീമുകൾക്ക് ഇനി ശുഭം ഗിൽ എന്ന ഒരു പേടി സ്വപ്നം തന്നെയാണ്. അവന്റെ വിക്കറ്റ് എടുക്കുക എന്നുള്ളത് തന്നെയായിരിക്കും അവരുടെ ആദ്യത്തെ അജണ്ട. വിരാട് കോഹ്ലി എന്താണ് വിരാട് കോഹ്ലി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ രോഹിത് ശർമ്മയെ അപേക്ഷിച്ച് നോക്കുക, വിരാട് കോഹ്ലിയുടെ ഫ്ലെക്സിബിളും കാര്യങ്ങളുമുള്ള ബോഡിയൊക്കെ സൂപ്പറാണ്. പക്ഷെ എന്ത് ചെയ്യാം, ഭാഗ്യം വിരാട് കോഹ്ലിക്ക് ഇല്ല എന്നുള്ളതാണ്. ഒരു ഭാഗ്യത്തിന്റെ കുറവ്, നല്ല കുറവ് വിരാട് കോഹ്ലിക്കുണ്ട്. ഇന്ന് അടിച്ച അടിയുണ്ടോ, എന്ത് പറയാൻ, അല്ലാത്ത ദിവസമാണെങ്കിൽ അത് 4 പോകാനുള്ളതാണ്. ഇന്ന് താ നേരെ അവന്റെ കയ്യിലിരുന്നു, ഭാഗ്യം. പക്ഷെ നല്ല ടച്ചിലൊക്കെ ആയിരുന്നു കേട്ടോ, പക്ഷെ ഭാഗ്യമില്ല. പിന്നെ വന്നത് ശ്രേയസ് അയ്യർ ആയിരുന്നു. അപ്പം രോഹിത് ശർമ്മ പോയതിനു ശേഷം വിരാട് കോഹ്ലി വരുന്നു. വിരാട് കോഹ്ലി പെട്ടെന്ന് കുറച്ചു നേരത്തേക്ക് 22 റൺസ് അടിക്കുന്നു. പിന്നെ ശ്രേയസ് അയ്യർ വന്നു, 2 ഫോറുകളൊക്കെ അടിച്ചുകൊണ്ട് വീണ്ടും 6 അടിക്കാൻ വേണ്ടി ശ്രമിച്ചു. ശ്രേയസ് അയ്യർ പോയി. അതിനോടൊപ്പം പെട്ടെന്ന് അക്ഷർ പട്ടേലും കൂടി ഔട്ടായപ്പോ എന്ത് ചെയ്തു, ഇന്ത്യ കുറച്ചൊന്ന് വരണ്ടു എന്നുള്ളത് സത്യം തന്നെയാണ് അല്ലേ. ഇന്ത്യ കുറച്ചൊന്ന് വരണ്ടു, അപ്പോഴത്തേക്ക് 4 വിക്കറ്റ് പോയായിരുന്നു. മനസ്സിലായോ? ഇന്ത്യയുടെ 4 വിക്കറ്റ് അപ്പൊ നഷ്ടപ്പെട്ടു. അതിനുശേഷം ഈ പറയുന്ന കെ എൽ രാഹുൽ വന്നു. കെ എൽ രാഹുലിന്റെ ഒരു പുട്ട് കേച്ച് ലവന്മാര് കളഞ്ഞു. പുട്ട് കേച്ച് കളഞ്ഞു. അപ്പൊ എനിക്കൊന്ന് കെ എൽ രാഹുൽ 10-13 റൺസ് അടിച്ച് നിൽക്കുന്നതേ ഉള്ളൂ. ആ കേച്ചും കൂടി അവന്മാർ എടുത്തിരുന്നെങ്കിൽ ഇന്ത്യ വീണ്ടും ടൈറ്റ് ആയിരുന്നു. പിന്നെ ഉള്ളത് ആരാണ്, ഹാർദിക് പാണ്ഡ്യക്ക് ചെറിയൊരു വിറയിലും വെപ്രാളമൊക്കെ ആണ്. കുറച്ച് മുടയും കൊണ്ടുള്ളതാണ്, അടിച്ച് കൈ കൊടുത്തിട്ട് വരും. ഹാർദിക് പാണ്ഡ്യ പിന്നെ ജഡേജയൊക്കെ അടിച്ചെന്നേ പറയാൻ പറ്റുള്ളൂ. മനസ്സിലായോ? അപ്പൊ എന്തായാലും അവന്മാരെ ഒരു പുട്ട് കേച്ച് അവന്മാരെ വിട്ടുകളഞ്ഞത് കൊണ്ട് കെ എൽ രാഹുൽ എന്ത് ചെയ്തു, 41 റൺസ് അടിച്ചുകൊണ്ട് ഒരു 2 സിക്സ് ഒക്കെ അടിച്ചു, 2 സിക്സും 1 4ഉം പിന്നീട് ഒക്കെ അടിച്ചുകൊണ്ട് 47 റൺസ് ബോൾ നേരിട്ടുകൊണ്ട് 41 റൺസ് അടിച്ചുകൊണ്ട് ഇന്ത്യയുടെ വിജയത്തിൽ നിർണായക പങ്ക് വഹിച്ചു. ആര്, നമ്മുടെ ഈ പറയുന്ന കെ എൽ രാഹുൽ. പക്ഷെ വേറെ ആർക്കും ബാറ്റ് ചെയ്യേണ്ട അവസരമൊന്നും വന്നില്ല. പിന്നീട് 46.3, അതായത് ഏതാണ്ട് 4 ഓവർ ബാക്കി നിൽക്കുമ്പോഴാണ് ഇന്ത്യ ജയിച്ചത്. പക്ഷെ ഇതൊന്നും ആയിരുന്നില്ല. ഒരു 40ാമത്തെ ഓവറിൽ ജയിക്കാനാണ്. ഇനി അടുത്ത അവസാനമൊക്കെ പല റൺ റേറ്റിന്റെ കാര്യങ്ങൾ എന്തെങ്കിലും വരുമെങ്കിലും, പക്ഷെ ഇതൊരു 40ാമത്തെ ഓവറിനകത്ത് വെച്ച് ജയിക്കാനുള്ളതായിരുന്നു. പിന്നെ എനിക്ക് തോന്നുന്നത് സെക്കൻഡ് പിന്നെ ബാറ്റിംഗ് ആയപ്പോൾ കുറച്ച് ബാറ്റ് ചെയ്യാൻ പിന്നെ കുറച്ച് പാടാണെന്നൊക്കെ കമന്ററികൾ പറയാനായിട്ട് അറിയാം. അടിച്ച അവർ പറയും ഈസി എന്ന് പറയും, ഔട്ടായ അവർ പറയും പിന്നീട് സ്ലോ എന്ന് പറയും. എനിക്കറിയില്ല. അപ്പൊ എന്തായാലും അങ്ങനെ ഒരു പിന്നെ കുറച്ച് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ജയം ഇങ്ങനെ ആവേണ്ടതായിരുന്നില്ല. ഇതിനെക്കാട്ടി വിരോചിതമായിട്ട് ആഘോഷിച്ച് ജയിക്കാനുള്ള കളിയായിരുന്നു. പക്ഷെ എന്ത് ചെയ്യാം, പിന്നെ കഷ്ടപ്പെട്ടാണ് ജയിച്ചത്. കഷ്ടപ്പെട്ടെന്ന് പറയാനില്ല, പക്ഷെ ഇതായിരുന്നില്ല നമ്മുടെ വിജയം, ഇങ്ങനെ ആയിരുന്നില്ല നമ്മൾ പ്രതീക്ഷിച്ചത്. അതിന് മെയിൻ ആയിട്ടുള്ള കാരണം അവരെ 230 വരെ അല്ലെ 228 റൺസ് വരെ എത്തിച്ചതിന് പിന്നീട് ഇവരുടെ ഈ പറയുന്ന എന്താണ് അവരുടെ ഫീൽഡിംഗ് ആണ് അതിനകത്ത് പിന്നീട് വളരെ പ്രശ്നമായത്. ഇനി ഇന്ത്യയുടെ ബൗളിംഗ് നോക്കിക്കഴിഞ്ഞാൽ, ഇന്ത്യയുടെ ബൗളിംഗ് നമുക്കറിയാമല്ലോ. നമ്മുടെ മുഹമ്മദ് ഷമിയുടെ തിരിച്ചുവരവ് 53 റൺസ് വിട്ടുകൊടുത്തുകൊണ്ട് 5 വിക്കറ്റ് തള്ളിയിരിക്കുന്നു. ഹർഷിത് റാണയും ഈ പറഞ്ഞതുപോലെ 3 വിക്കറ്റുകൾ തള്ളിയിട്ടു. പിന്നെ ഏതാണ് ഫസ്റ്റ് ഓവറിൽ തന്നെ എനിക്ക് തോന്നുന്നു വിക്കറ്റ് കിട്ടിയിട്ടുണ്ട് ആർക്ക്, നമ്മുടെ മുഹമ്മദ് ഷാമിക്ക്. അതുപോലെ തന്നെ റാണയെ ഫസ്റ്റ് ഓവറിൽ, എല്ലാത്തിനും ഫസ്റ്റ് ഓവറിൽ തന്നെ വിക്കറ്റ്. റാണയ്ക്ക് ഫസ്റ്റ് ഓവറിൽ വിക്കറ്റ്, മുഹമ്മദ് ഷാമിക്ക് ഫസ്റ്റ് ഓവറിൽ വിക്കറ്റ്, ഈ പറയുന്ന അക്ഷർ പട്ടേലിന് ഫസ്റ്റ് ഓവറിൽ വിക്കറ്റ്. അങ്ങനെ ആയിരുന്നു. അപ്പോ പിന്നീട് ഹാർദിക് പാണ്ഡ്യ പിന്നീട് 4 ഓവർ എറിഞ്ഞുള്ളൂ. പക്ഷേ എന്ത് ചെയ്യില്ല, വിക്കറ്റ് ഒന്നും കിട്ടിയില്ല. ജഡേജ 9 ഓവർ എറിഞ്ഞ് വിക്കറ്റ് കിട്ടിയില്ല. കുൽദീപ് യാദവ് 10 ഓവർ എറിഞ്ഞ് വിക്കറ്റ് ഒന്നും കിട്ടില്ല. ഇതായിരുന്നു. പിന്നെ മറ്റവന്മാരെ കേസൊന്നും പറയാനില്ലല്ലോ. ഏതാണ്ട് ഇന്ത്യയുടെ 4 വിക്കറ്റേ പോയിട്ടുള്ളൂ. പിന്നെ കുറെ റൺഔട്ട് ചാൻസ് ഇല്ല കേട്ടോ. ഈ പറഞ്ഞ കെ എൽ രാഹുൽ ആയിക്കോട്ടെ, പിന്നീട് വിരാട് കോഹ്ലി ആകട്ടെ, എല്ലാവർക്കും കുറച്ച് റൺഔട്ട് ചാൻസുകളൊക്കെ ഇന്ത്യക്ക് ഭാഗ്യവശാൽ കിട്ടി. അതിൽ നിന്നൊക്കെ രക്ഷപ്പെട്ടു. അതുകൊണ്ട് തന്നെ ഇപ്പൊ എന്തായാലും ഇന്ത്യ ബംഗ്ലാദേശിനെ തോപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അടുത്ത ഇനി 23-ാം തീയതിയാണ് ഇന്ത്യയും പാകിസ്ഥാനുമായിട്ടുള്ള നമ്മുടെ സ്ഥിര വൈരികളായ പാകിസ്ഥാനുമായിട്ടുള്ള കളി. അതായിരിക്കും സൂപ്പർ കളി. അതിൽ ഈ പാകിസ്ഥാനെ നിലം തൊടിയിക്കാതെ തോറ്റു കഴിഞ്ഞാൽ നോക്കിയാൽ പാകിസ്ഥാൻ എന്താണ് ഈ പറയുന്ന ചാമ്പ്യൻസ് ട്രോഫിയിൽ നിന്ന് പുറത്താവും. ഇതിനെക്കാട്ടി എടുത്തു പറയാൻ നാളത്തെ കളി നിർണായക കളിയാണ്. കാരണം നമ്മുടെ അഫ്ഗാനിസ്ഥാനും സൗത്ത് ആഫ്രിക്കയുമായിട്ടാണ് ഗ്രൂപ്പ് ബിയിലെ കളി നാളെയുണ്ട്. അതൊരു കിടിലൻ കളിയാണ്. കാരണം അഫ്ഗാനിസ്ഥാൻ ഇപ്പൊ പഴയ അഫ്ഗാനിസ്ഥാൻ ഒന്നും അല്ല, അവരിപ്പോ കിടിലൻ ടീമാണ്. അവരെ പേടിച്ചേ പറ്റുള്ളൂ. നാളെ മുഖ്യവാരം സൗത്ത് ആഫ്രിക്ക ഓട്ടിച്ചിട്ട് അവർ തോപ്പിക്കുന്ന എനിക്ക് തോന്നുന്നത്. നമുക്ക് വളരെ വീണ്ടും കാണാം. ജയ് ഹിന്ദ്.